മുറ്റത്ത് നിന്നിട്ട് ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി കണ്ട കുറച്ച് മൂവീസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സജഷൻസ് ഒക്കെ വെച്ചിട്ട് യൂട്യൂബിൽ ഇങ്ങനെ അടുത്ത പടങ്ങൾ ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ നെക്സ്റ്റ് വന്നൊരു പടമാണ് കുഞ്ഞു ഹൃദയങ്ങൾ അഥവാ ലിറ്റിൽ ഹാർട്ട്സ്. ആന്ധ്ര തോമസ് ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. ആൻഡ് ഷൈൻ നിഗം, മഹിമ നമ്പ്യാർ, നമ്മുടെ ബാബുരാജ് ഉണ്ട്, നമ്മുടെ രഞ്ജി പണിക്കർ ഉണ്ട്, ഷൈൻ ടോം ചാക്കോ ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. എന്നാൽ ഒന്ന് കണ്ടേക്കാം എന്ന് തോന്നി. RDXന്റെ മുന്നാണോ ശേഷമാണോ എന്നറിയില്ല. ആ ഒരു കോംബോ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കോമ്പിനേഷനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പടം തുടങ്ങിയപ്പോൾ വലിയൊരു സംഭവം ഒന്നുമില്ല. സ്റ്റാർട്ടിങ് നന്നായിരുന്നു. ആ ഒരു ബാബുരാജിന്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ കുഴപ്പമില്ലായിരുന്നു. അവിടെ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. ഷൈൻ നിഗത്തിന്റെ എൻട്രിയും കുഴപ്പമില്ല. പക്ഷെ അതിന് ശേഷം ചെറുതായിട്ടൊന്ന് ലാഗ് ഫീൽ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ പടം. ഭയങ്കരമായിട്ടുള്ളൊരു ഇനി എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മെല്ലെ പോയിട്ട് ഇന്റർവെല്ലിന്റെ തൊട്ട് മുന്നിലുള്ള ആ ഫൈറ്റൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മളെ ആ ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ആ ഗ്രാമപ്രദേശത്തൊക്കെ കാണുന്ന ഒരു ടൗൺ ഉണ്ടാവുമല്ലോ, ആ ഒരു മലയോര പ്രദേശത്തൊക്കെ. അവിടുത്തെ ആ ഒരു ടൗണിലൊരു ഫൈറ്റ്, അവിടെ നിന്നാണ് ഷൈൻ നിഗത്തിന്റെ കുറച്ചൊന്ന് മാസ് കയറുന്നത്. കാണുന്ന എനിക്കൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയ ഒരു ഏരിയ എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിലാണ്. പിന്നെ അതുപോലെ സ്റ്റാർട്ടിങ്ങിലെ പാട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കൈലാസ് മീനനാണ് പാട്ട് ചെയ്തേക്കുന്നത്. ആ ഒരു ഇന്റർവെൽ പഞ്ച് അത് അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് നമ്മളെ ഷൈൻ ടോം ചാക്കോ വരുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോ വന്നിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റോള്, കുറച്ച് ഡെയറിങ് ആയിട്ടുള്ള റോളാണ്. എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ആ ഒരു റോള് ചെയ്തിട്ടുണ്ട്. സാധാരണ കാണുന്ന ഷൈൻ ടോം ചാക്കോ അല്ല, കുറച്ച് സൈലന്റ് ആണ് സിനിമേൻ്റെ അകത്ത്. അതിനൊരു റീസൺ ഉണ്ട്. മഹിമ നമ്പ്യാർ കണ്ടിരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു ലുക്കാണ് സിനിമയിലുള്ളത്. നമ്മുടെ ഷൈൻ നിഗം ആ ഒരു ക്യാരക്ടർ ആദ്യം ദഹിച്ചില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് ദഹിക്കുന്നുണ്ട്. ബാബുരാജ് എക്സലന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അച്ഛൻ റോള് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്, എത്ര നന്നായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്ന്, ഭയങ്കര ആ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ആക്ടിങ് ആളുടെ ആ ഒരു ഇതിലുണ്ടായിരുന്നു. ബാബുരാജിന്റെ നായികയായിട്ട് വന്ന ആളും ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഓവർ സംഭവമൊന്നും ഇല്ലാണ്ട് രസത്തിൽ പോകുന്നുണ്ടായിരുന്നു. ജാഫർ ഇടുക്കി ഒബിയസ്ലി ആ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് നിന്നിട്ട് കാണാൻ, അതായത് ഭയങ്കര നാട്ടിൻ പുറത്ത് നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ആ ഒരു ലിറ്റിൽ ഹാർട്ട്സ് പേര് പോലെ തന്നെ അത്ര വലിയ സംഭവങ്ങളൊന്നും സിനിമയിലില്ല. പക്ഷെ എന്നാലും ആ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുമുണ്ട്. ഇതിന്റെ പടം കണ്ടതിന് ശേഷമാണ് ഞാൻ ട്രെയിലർ കണ്ടത്. അപ്പൊ ട്രെയിലറിന്റെ അകത്ത് ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് 3 പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാബുരാജിന്റെ അടുത്ത് ഷൈൻ നിഗം പറയുന്നു. ആ പ്രശ്നങ്ങളാണ് ഈ സിനിമയുടെ തീം. അപ്പൊ ആ തീം ഭയങ്കര സീരിയസ് അല്ലെങ്കിലും അതിനെങ്ങനെ ആ നാട്ടിൻ പുറത്ത് അവതരിപ്പിക്കുന്നു എന്നുള്ള അതിൽ വരുന്ന കുറച്ച് ടെൻഷൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കൊണ്ടുപോയിട്ട് ചെറിയൊരു ചിരിയോടുകൂടി, ലൈറ്റ് ഹാർട്ടായിട്ട് ചിരിയോടുകൂടി ലിറ്റിൽ ഹാർട്ട്സിൽ കാണാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പടം. പിന്നെ അതുപോലെ അവസാനത്തോട്ട് നമ്മളെ ഷമ്മി തിലകൻ വന്നിട്ടും ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല റോളായിരുന്നു. ഷൈൻ നിഗത്തിന്റെ കൂടെ ഉണ്ടായ ആള് നന്നായിരുന്നു കേട്ടോ. അതായത് ആള് ത്രൂ ഔട്ട് രസമുണ്ടായിരുന്നു. പക്ഷെ ക്ലൈമാക്സിൽ ഒന്നും കൂടി പൊളിച്ചു. ക്ലൈമാക്സും നല്ല അടിപ്പൻ സാധനമായിരുന്നു. കാരണം ഈ ഒരു സിനിമയ്ക്കകത്ത് വേണമെങ്കിൽ വേറെ രീതിയിൽ ക്ലൈമാക്സ് ഒക്കെ കൊണ്ടുവരാൻ, കുറച്ച് മാസമൊക്കെ കുത്തിക്കയറ്റി. പക്ഷെ ആ മാസിനെക്കാളും അതിലൊരു ഫണ്ണും കൂടി എലമെന്റ് കൊണ്ടുവന്നപ്പോൾ കണ്ടിരിക്കുമ്പോൾ എന്താണോ അവർ ഉദ്ദേശിച്ച പേരിൻ്റെ അകത്ത് അതിൻ്റെ ഒരു ഫീല് എന്തിലോട്ട് കിട്ടുകയും ചെയ്തു. നല്ല അടിപൊളി കുഞ്ഞു ഹൃദയ പടം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്.